ഇന്നത്തെ ചിന്താവിഷയം മനോഭാവം. അന്ന് യോഹന്നാൻ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണെന്നും അവൻ വളരേണം ഞാൻ കുറയണമെന്നും യേശുവിനെക്കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ അതേ യോഹന്നാൻ തന്നെയാണ്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് ശിഷ്യന്മാർ മുഖാന്തരം യേശുവിനോട് ചോദിച്ചത്. എന്നിട്ടും യോഹന്നാൻ പ്രവാചകനിലും മികച്ചവനാണെന്നും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്നും യേശു യോഹന്നാനെ കുറിച്ച് പറയുന്നു. സ്നേഹിത, അതാണ് ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ ലക്ഷണം. ഈ മനോഭാവം നമ്മിലുണ്ടെങ്കിൽ മാത്രമേ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഏകഭാവമുള്ളവരായി ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമാക്കാനാവൂ. അതെ, ഭാര്യമാർ ഭർത്താക്കന്മാരെയും ഭർത്താക്കന്മാർ ഭാര്യമാരെയും തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി എണ്ണുകയാണെങ്കിൽ, നമ്മൾ നമ്മേക്കാൾ ശ്രേഷ്ഠരായി നമ്മുടെ അയൽവാസികളെ കാണുകയാണെങ്കിൽ, നമ്മുടെ ഇടയിലുള്ള സ്വർഗരാജ്യം നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം എന്ന് വേദപുസ്തകം പറയുന്നത്. ഫിലിപ്പിയർ 2:3-4.